എന്നേശുവല്ലാതില്ലെനിക്കോരാശ്രയം ഭൂവിൽ തന്മാർവിലല്ലതില്ലെനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പാരത്തിലും നിസ്തൂലനൻ പ്രിയൻ, എൻ രക്ഷകായ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എൻ രക്ഷകായ ദൈവമേ, നീ അല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. തലയിണ മലക്കി അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, വലിയവനായ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി സ്തുതിക്കുന്നു. നാഥ, ഈ അനുഗ്രഹപ്രദമായ ദിവസം നിന്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി നിന്റെ മുൻപാകെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരും ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രയാസഘട്ടങ്ങൾ നീ താങ്ങണമേ. ഞങ്ങളുടെ വേദനകൾ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയങ്ങൾ തകർന്നു പോകുമ്പോൾ തകരാത്തവനായി നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ നിമിഷം ഞങ്ങളുടെ വലിയ നിമിഷമായി കരുതുന്നു. ഈ സമയങ്ങൾ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ഈ പരിശുദ്ധൻ്റെ മണ്ണിൽ പരിശുദ്ധിയോടെ ജീവിക്കുവാൻ, അനേകർക്ക് സാക്ഷികളായി തീരുവാൻ, അനേകർക്ക് മാതൃകയാകുവാൻ സഹായിക്കണമേ. കർത്താവെ, കൂടിയവരൊക്കെ സ്വർഗം സന്തോഷിക്കണമേ. ദൈവിക ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഇടയാക്കണമേ. രോഗികളെ പ്രയാസം അനുഭവിക്കുന്നതിനെ വേദനയിക്കുന്നവരെയും താങ്ങണമേ. ദുഃഖിതരോട് കൂടെ ഇരിക്കണമേ. അനേകം നിന്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന് പ്രത്യാശ നൽകണമേ. ജീവിതങ്ങളെ വിശാലമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിന്, രക്ഷയ്ക്ക്, കാരുണ്യത്തിന് മുഖാന്തരമായി തീരണമേ. നിന്റെ സന്നിധി നിലവിളിക്കുന്ന ആരും വെറുതെ കടന്നു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കുഞ്ഞുങ്ങളെ ശക്തീകരിക്കണമേ. വാർദ്ധക്യാസുള്ളവരെ താങ്ങണമേ. എല്ലാവരുടെയും ഭാരങ്ങളെ ഇവിടെ നിന്ന് വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഉള്ളം കയ്യിൽ വഹിക്കാമെന്ന് അറിയിച്ച ദൈവം തമ്പുരാനെ, അടിയങ്ങളുടെ ജീവിതത്തെ ശക്തീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ തലകുനിക്കുന്നു, ഞങ്ങളുടെ ശിരസുകൾ കുനിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് കൃപകളെ, അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ. എല്ലാ വാങ്ങിപ്പോരെയും പങ്ങളുടെ പർദീസിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റുഹായിക്കും സ്തുതി ആരാധനയെ സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ പരിമല സെമിനാരിയുടെ മാനേജർ കെ വി പോൾറമ്പാച്ചൻ, വന്ദനായ അസിസ്റ്റന്റ് മാനേജർ എൽദോസ് അച്ചൻ, മറ്റുള്ള എല്ലാ വൈദികരുമേ, ഈ ദേവാലയത്തിൻ്റെ നല്ല അനുഭവങ്ങളിലായിരിക്കുന്ന വിശ്വാസ സമൂഹമേ, അനൽപമായ സന്തോഷത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ചരിത്രമുറങ്ങുന്ന, പരിശുദ്ധി ഉയരുന്ന, പരിമളം വീശുന്ന ഈ മണ്ണിൽ അല്പസമയം ദൈവചിന്തയ്ക്കായി ലഭിച്ചത് ജീവിതത്തിൻ്റെ മഹാഭാഗ്യമായി കരുതുകയാണ്. ഒരു വല്ലാത്ത വെല്ലുവിളികളുടെ കാലത്തിൽ കൂടി നാം ജീവിക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തൊക്കെയും നമ്മുടെ ആധ്യാത്മികതകൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മറുപടി പറയുവാൻ കഴിയാതെ പകച്ചുവെന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായപ്പോൾ നാം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ കാരുണ്യമില്ലെങ്കിൽ വെല്ലുവിളികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ നീക്കിക്കളയുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. ഇന്നിൻ്റെ ആധ്യാത്മികതയിൽ കാലം നമ്മോട് ആവശ്യപ്പെടുന്നു, ദൈവത്തിന് പ്രാധാന്യം നൽകി മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ മാറുകയുള്ളൂ. അല്പസമയത്ത് ചിന്തയ്ക്കും ധ്യാനത്തിനുമായി നമുക്ക് കടന്നു വരുന്ന ഇന്നത്തെ വേദഭാഗങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം കാണുവാൻ തക്കോണം സാധിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. റബ്ശേക്ക് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവിനോട് പറയേണ്ടത്, മഹാരാജാവായ അശൂർ രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
നീ ആശ്രയിക്കുന്ന ആശ്രയമെന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ടെന്ന് നീ പറയുന്നത് എന്ത്? അത് വെറും വാക്കത്രേ. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വെല്ലുവിളി ഉയരുകയാണ്. ഈ വെല്ലുവിളി ഉയർത്തുന്നത് ക്രൂരതയ്ക്കും അക്രമത്തിനും സാമ്രാജ്യത്വത്തിനും പേരുകേട്ട അശൂർ രാജാവായ സെൻഹരീബാണ്. എന്നാൽ ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത് ദൈവത്വത്തിൻ്റെ കൃപയിൽ നടന്ന വിജയങ്ങളിൽ അവനേക്കാൾ മുമ്പെയോ അവനേക്കാൾ പിന്നെയോ ആരുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്കിയ രാജാവാണ്. ഹിസ്കിയാവ് ഇസ്രായേലിൻ്റെ 13ാം രാജാവാണ്. അവൻ ആഹാസിൻ്റെ മകനാണ്. അവൻ്റെ കാലഘട്ടം BC 722 ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നടന്ന ഹിസ്കിയ രാജാവ് ഒരു നിമിഷത്തിൽ ഒരു വെല്ലുവിളി കേൾക്കുമ്പോൾ ഭയപ്പെട്ടു പോവുകയാണ്. ഇവിടെ എന്താണ് ഹിസ്കിയാവിനെ തളർത്തുന്നത്? അശൂർ രാജാവിൻ്റെ സൈന്യബലമാണോ? അശൂർ രാജാവിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയാണോ? അശൂർ രാജാവിൻ്റെ ലോകത്തിലുള്ള പ്രശസ്തിയാണോ? അവൻ്റെ സാമ്രാജ്യത്വമാണോ? നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വെല്ലുവിളികളോടുള്ള നമ്മുടെ സമീപനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുന്നത്. അശൂർ രാജാവിൻ്റെ പതിപ്പുകൾ അന്നല്ല ഇന്നുമുണ്ട്, നമ്മുടെ ജീവിത പരിസരങ്ങളിലുണ്ട്. പക്ഷെ എങ്ങനെയാണ് നാം അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതിനോട് കൗണ്ടർ ചെയ്യുന്നത്? നമുക്കറിയാം, എല്ലാത്തിനും ഒരു തിരിച്ചടിയുണ്ട്. ന്യൂട്ടൺസ് ലോയിൽ പറയുന്നുണ്ട്, എല്ലാ ആക്ഷനും ഒരു റിയാക്ഷനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്രകാരം നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് തിരിച്ചടികൾക്കാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആധ്യാത്മികയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് പ്രതികരമായ രീതിയിൽ നാം തിരിച്ചടിക്കുവാനാണ്. ഇവിടെ നാം കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ ഹിസ്കിയ രാജാവ് കഴിഞ്ഞ കാലഘട്ടം മറന്നുകൊണ്ട് അവൻ്റെ തണലാരെന്ന് തിരിച്ചറിയാതെ അശൂർ രാജാവിന് വെല്ലുവിളിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, നവമാധ്യമങ്ങൾ നമ്മെ വെല്ലുവിളിക്കട്ടെ, വൈറസുകൾ നമ്മെ വെല്ലുവിളിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ, നാം എന്തിനാണ് തകർന്നു പോകുന്നത്? നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമല്ലേ? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഒരു പ്രഭാതത്തിൽ എലീശയുടെ ശിഷ്യന്മാർ നോക്കുമ്പോൾ കൂടാരവാതിക്കൽ അരാം രാജാവിൻ്റെ സൈന്യം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഉടനെ തന്നെ പ്രഭാതത്തിൽ എലീശായെ വിളിച്ചുണർത്തി ശിഷ്യന്മാർ പറയുകയാണ്, പ്രവാചക, എല്ലാം കഴിഞ്ഞുപോയി, നമ്മൾ ഒന്നാകെ നശിക്കുവാൻ പോകുന്നു. ഉടനെ തന്നെ എലീശ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ കണ്ണു തുറന്ന് നോക്കുക. ശിഷ്യന്മാർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആകാശത്ത് കാണുകയാണ് സ്വർണ്ണരഥങ്ങളും കുതിരകളും, ദൈവത്തിൻ്റെ ദൂതന്മാരും സൈനികരും, ദൈവത്തിൻ്റെ പോരാളികൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു. പ്രിയമുള്ളവർ, ഇതാണ് ദൈവത്തിൻ്റെ കരുതലിൻ്റെ കാണാപ്പുറങ്ങൾ. നാം എന്തിനാണ് ഭയപ്പെടുന്നത്? those who are more with us more than those who are with them. നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളതിനേക്കാൾ അധികമുണ്ട് എന്ന് നാം ചിന്തിക്കണം. പലപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മെ ഇങ്ങനെ മാടി വിളിച്ചു പോകുന്നുണ്ട്. 2018 നാം കണ്ടു മധ്യ കേരള പ്രളയം, 2019 മലബാർ പ്രളയം നമ്മൾ കണ്ടു, 2020 വൈറസുകളുടെ ആക്രമണം നാം കണ്ടു. ഇപ്പോഴും നാം അവിടെ ആയിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപയുടെ ദൃഷ്ടാന്തമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസമെന്നാൽ അത് ചില്ലിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, എലീശ പ്രവാചകൻ അവൻ്റെ ശിഷ്യനുമൊത്ത് ശൂനേംകാരിത്തിയുടെ മകനെ ഉയർപ്പിക്കാൻ പോകുന്ന മനോഹരമായൊരു വേദഭാഗം. എന്നാൽ ഈ ശിഷ്യൻ വിചാരിച്ചു, ഗുരു എപ്പോൾ ദണ്ടുവെച്ചാലും ആളുകൾ ഉയർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മരിച്ചവർ പുനരുദ്ധാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു ദണ്ടുവെച്ചാൽ എന്താ, ഞാൻ ദണ്ടുവെച്ചാൽ എന്താ, ദണ്ടിനല്ലേ പ്രാധാന്യമെന്ന് പറഞ്ഞുകൊണ്ട് ശൂനേംകാരിത്തിയുടെ മകൻ്റെ പല ഭാഗത്തും മാറി മാറി ദണ്ടുകൾ വെച്ചിട്ടും ഒരു മാറ്റവും കൂടെ സംഭവിച്ചില്ല. കാരണം ദൈവകാരുണ്യം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പുറകെ വന്ന എലീശ പ്രവാചകൻ ദണ്ടുകൾ വെച്ചപ്പോൾ ഉടൻ തന്നെ ശൂനേംകാരിത്തിയുടെ മകൻ ഉദ്ധാനം ചെയ്തു എന്ന് അവിടെ കാണേണ്ടിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ,
എന്താണ് നമുക്കിന്ന് സംഭവിക്കുന്നത്? നാം ഒക്കെയും പലപ്പോഴും വേരുകൾ അറക്കപ്പെട്ട് നിൽക്കുകയാണ്. ബോൺസായി ശില്പങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ബോൺസായി ശില്പങ്ങൾ ചെടിച്ചട്ടിയിൽ കാണുന്നവയാണ്. അതിൻ്റെ തായ്വേരുകൾ അറുത്തെങ്കിൽ മാത്രമേ ചെടിച്ചട്ടി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. ചില ചെത്തലുകൾ, വെടിപ്പാക്കലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ ഉയരുകയുള്ളൂ. നമ്മൾ റേഷൻ കാർഡ് പുതുക്കാറുണ്ട്, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാറുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഓരോരോ ഐഡൻറ്റിറ്റി കാർഡുകൾ പുതുക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് പുതുക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അപകടങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. നാം കാണുന്ന കഴിഞ്ഞ കാല സത്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മെ ഇങ്ങനെ തടുക്കിപ്പോയിട്ടും നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സിംഹവും മാനും തമ്മിലുള്ള ഓട്ടമത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ കായിക ബലം കൊണ്ട് സിംഹം മുന്നിലാണെങ്കിലും അവിടെ വിജയിക്കുന്ന മാനാണ്. കാരണം മാൻ ഓടുന്നത് ജീവന് വേണ്ടിയും സിംഹം ഓടുന്നത് ജീവിതത്തിന് വേണ്ടിയുമാണ്. ജീവിതത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ വലുതാണ് ജീവന് വേണ്ടി ഓടുന്നത്. ജീവന്റെ സമൃദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നുണ്ട് ജീവന്റെ സമൃദ്ധിയെക്കുറിച്ച്. പക്ഷെ ആ കുർബാനയിൽ നാം എങ്ങനെയാണ് നിൽക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകൻ വായിക്കുന്നുണ്ട്, നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായസം നേറ്റി വരണം. നാം എല്ലാവരും എങ്ങനെയെങ്കിലും നിന്ന് കുറിയലായസം ചൊല്ലിയിട്ട് കാര്യമില്ല, ഭിത്തിയിൽ പാട് വീഴുമെന്ന് മാത്രമേ ഉള്ളൂ. നാം എല്ലാവരും ദൈവഭക്തിയോട് കൂടി നിന്ന് ശാന്തമായി നിന്ന് ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ആരാധന അനുഗ്രഹപൂർണ്ണമായി മാറുന്നു. ആരാധനയ്ക്ക് 4 മുഖങ്ങളുണ്ടെന്നാണ് പൗരസ്ത്യ ചിന്തകന്മാർ പറയുന്നത്. ഒന്ന്, ആരാധന ഒരു അനുതാപമാണ്. 2, ആരാധന രൂപാന്തരമാണ്. ആരാധന ഒരു പുതുക്കലാണ്. ആരാധന നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്രമാത്രം ആരാധനയിൽ കൂടി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഹിസ്കിയ വെല്ലുവിളിക്കപ്പെടുകയാണ്. വേദോസം സാക്ഷിക്കുന്നുണ്ട്, അവന് മുമ്പും അവന് പിമ്പും അവനെ പോലെ ആരുമില്ല. പക്ഷേ അവൻ കഴിഞ്ഞ കാലങ്ങൾ മറന്നു പോവുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ചിറകിൽ കീഴിൽ യാത്ര ചെയ്ത അനുഭവങ്ങൾ അവൻ മറന്നുകൊണ്ട് പോകുമ്പോൾ അവൻ എങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത്? നാം തിരിച്ചറിയണം, ചില വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ടു പോകരുത്. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന്. ഒരു മകനും ഒരു പിതാവിനും അത് കേൾക്കുവാൻ താല്പര്യം കാണില്ല. എന്നാൽ അബ്രഹാം ധൈര്യമായി സന്തോഷത്തോടു കൂടി തൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തക്കോണം ഇസഹാക്കിനെ വിട്ടുകൊടുത്തപ്പോൾ അങ്ങനെയാണ് ബലിയുടെ പൂർത്തീകരണം അവിടെ ഉണ്ടാകുന്നത്. അതുമൂലം വിശ്വാസികളുടെ പിതാവായി അബ്രഹാം തീരുകയാണ്. അനുസരണമുള്ള മകനായി ഇസഹാക്ക് തീരുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ദണ്ടുകൾ വിരിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇന്നത് ഉണ്ടാകുന്നില്ല. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം തിരിച്ചറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിച്ചില്ല. കാരണം അവനറിയാമായിരുന്നു, ഇറ്റ്സ് എ വിൽ ഓഫ് ഗോഡ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതിലാണ് നമ്മുടെ ജീവിതങ്ങളുടെ ഉറപ്പ് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ആധ്യാത്മികത ഇന്ന് ഉറപ്പിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാകുന്നില്ല. കഴിഞ്ഞ കാലത്ത് രോഗസൗഖ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആധ്യാത്മികത നമ്മൾ കരുതി. നമ്മൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ അധികാരങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് ആധ്യാത്മികതയെ കരുതി. കൊറോണ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു, ആധ്യാത്മികത എന്നത് കൃപയുടെ ഉറപ്പുള്ളവൻ്റെ സങ്കേതമാണ്. ഇവിടെ ഇതാ യെശയ്യാ പ്രവാചകൻ വന്നവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നീ വാർത്തകൾ നിമിത്തം ഭയപ്പെടേണ്ട, വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട എന്നുള്ളതിൻ്റെ ഒരു പുനരാവിഷ്കരണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അനേക വാർത്തകൾ ഇന്ന് ചുറ്റും പരക്കുന്നുണ്ട്, സഭയെക്കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്. നാം എന്തിനാണ് ചൂളിപ്പോകുന്നത്, ഭയപ്പെടേണ്ടത്? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. യെശയ്യാ ഒന്ന് പറയുകയാണ്, നീ നിന്റെ കാര്യങ്ങൾ ക്രമത്തിലാക്കണം, നീ ഒന്ന് പുതുക്കപ്പെടണം, നീ ശുദ്ധീകരിക്കപ്പെടണം, കാലത്തിന് വെല്ലുവിളികളെ നീ ഏറ്റെടുക്കണം. യെശയ്യായുടെ 3 പാഠങ്ങൾ അവനെ പഠിപ്പിക്കുകയാണ്. ഹിസ്കിയാവിനെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠമാണ്, തളർച്ചകളെ പ്രതിരോധിക്കുവാൻ നിനക്ക് കഴിയണം, ദ നീഡ് ഫോർ റെസിസ്റ്റൻസ്. ഒന്നാമത് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനെ കാണിച്ചു കൊടുക്കുകയാണ്, ദ നീഡ് ഫോർ റെസിസ്റ്റൻസ്, തളർച്ചകളെ പ്രതിരോധിക്കുവാൻ നിനക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എങ്ങനെയാണ്
തളർച്ചകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഇതാ അശൂർ രാജാവ് ചോദിക്കുകയാണ്, നിന്റെ ആലോചന എന്ത്? നിന്റെ ബലമെന്ത്? നിന്റെ ആശ്രയമെന്ത്? ചതഞ്ഞ ഓടക്കുടലായ മിസ്രൈമിനെയാണോ നീ ആശ്രയിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു നിമിഷം ഭയപ്പെട്ടു പോകുന്ന ഹിസ്കിയ രാജാവ്, ഇവിടെ നാം തിരിച്ചറിയണം, ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മെ വിടുവിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദാവീദ് പറയുന്നുണ്ട്, യഹോവയുടെ ബലവും യഹോവയുടെ ശൈലവും എൻ്റെ കോട്ടയുമാകുന്നു. ഹന്ന പ്രവാചകൻ പറയുന്നുണ്ട്, യഹോവയെ പോലെ പരിശുദ്ധനില്ല, അവനെ പോലൊരു പാറയുമില്ല. ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതങ്ങളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ണുനീർ ചാലുകൾ ഒഴുകുമ്പോൾ അയ്യം വിളിക്കുന്നവരുടെ പേരല്ല ആധ്യാത്മികൻ. ആത്മീകത എന്ന് പറയുമ്പോൾ മണ്ണിൽ ചവിട്ടിയുന്നുകൊണ്ട് വിണ്ണിലേക്ക് നോക്കുവാൻ, ദൈവത്തിലേക്ക് നോക്കുവാൻ കഴിയുന്നവൻ്റെ പേരാണ് ആത്മീയൻ. ഒളിച്ചോടുന്നവൻ്റെ പേര് ആത്മീയൻ എന്നല്ല, അവൻ്റെ പേര് ഭീരു എന്നാണ്. പ്രിയമുള്ളവരെ, ക്രൈസിസുകൾ ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകട്ടെ, ദൈവത്തോടൊപ്പം ചേരുവാൻ കഴിയുമ്പോൾ അതാണ് ഭാഗ്യം. ഒരു സ്ത്രീയിലേക്കൊന്ന് പോയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഹാഗാർ, അവൾ ഒരു പ്രഭാതത്തിൽ തൻ്റെ യജമാനത്തിയുടെ അനിഷ്ടം കാരണം തൻ്റെ മകനായ ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ യാത്ര ചെയ്യുമ്പോൾ അയ്യം വിളിക്കുന്നു. അവൾ നിലവിളിച്ചിരിക്കുന്നു, കർത്താവേ, എനിക്ക് ഇനി എന്ത്? എൻ്റെ ഭാവി ഇനി എന്താകും? എല്ലാവർക്കും ആശങ്കയുണ്ട് തൻ്റെ മക്കളെക്കുറിച്ച്. എന്നാൽ നാം തിരിച്ചറിയണം, ഏലിയാവിനെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് സഹായിച്ച ദൈവം തമ്പുരാൻ, യോനാ പ്രവാചകനെ വഴിതെറ്റിപ്പോയവനെ തിരിച്ചു കൊണ്ടുവന്ന് അവൻ്റെ ജീവിതത്തെ വെടിപ്പാക്കി ദൈവം തമ്പുരാൻ, വിപ്ലവം സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ച മോശയെ, വാളുകൊണ്ട് വിപ്ലവം സൃഷ്ടിക്കാമെന്ന് ചിന്തിച്ച മോശയെ 40 വർഷം കൊണ്ട് ശുദ്ധീകരിച്ച് അവൻ്റെ ജീവിതത്തെ നേരെയാക്കി വിമോചനത്തിൻ്റെ ലീഡറാക്കി കൊണ്ടുവന്ന ദൈവം തമ്പുരാൻ, ദൈവത്തിന് ഒന്നും അസാധ്യമായില്ലല്ലോ. പിന്നെ നമുക്ക് എന്താണ് സംശയം? നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ നന്മയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നിലവിളിക്കുമ്പോൾ ഉടനെ ഉത്തരം തരുന്ന ദൈവത്തെയാണ്. വെയിറ്റ് ചെയ്യുവാൻ നമുക്ക് സമയമില്ല. ആയുർവേദ മെഡിസിനും അതുപോലെ ഇംഗ്ലീഷ് മെഡിസിനും വ്യത്യാസം നിങ്ങൾക്കറിയാം. ആയുർവേദ മെഡിസിൻ്റെ ഫലം അല്പം താമസിച്ചാണെങ്കിലും അത് നല്ലതാണ്. എന്നാൽ ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഫലം പെട്ടെന്നാണ്, അതിൻ്റെ തുടർന്നുള്ള കോൺസിക്വൻസസ് വ്യത്യസ്തമായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദൈവസന്നിധിയിൽ നിന്ന് ഒരു നിമിഷം നിലവിളിച്ച് ഉത്തരം കിട്ടിയില്ല എങ്കിൽ വഴിമാറിപ്പോകുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വരേണ്ടതുപോലെ വന്ന്, നിൽക്കേണ്ടതുപോലെ നിന്ന്, വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഉത്തരം കിട്ടാത്ത യാതൊരു കാര്യവുമില്ല. കഷ്ടാനുവേഴ്ച നമ്മൾ കണ്ടു കുരിശിനെ വന്ദിക്കുന്ന അനുഭവം. കുരിശെന്നാൽ നിരപ്പിൻ്റെ അനുഭവമാണ്. കുരിശിന് 2 അഗ്രങ്ങളുണ്ട്, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും. ഒരഗ്രം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പര്യായമാണ്, മറ്റൊരഗ്രം മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പര്യായമാണ്. കുരിശിത എല്ലാവരെയും കൂടി ബന്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ കുരിശ് മുത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ നിരപ്പിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, അനുതാപത്തിൻ്റെ അനുഭവമില്ല എങ്കിൽ നമ്മുടെ കഷ്ടാനുഭവങ്ങൾ എങ്ങനെയാണ് അത് അർത്ഥപൂർണമായി തീരുന്നത്? പുനരുദ്ധാനം കഴിഞ്ഞ നിമിഷങ്ങളാണല്ലോ. ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ ആഴ്ച കാഴ്ചകളുടെ വിസ്മയമാണ്. പ്രത്യേകിച്ച് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അനുഭവമാണ്. മനോഹരമായ രംഗമുണ്ട്. ജെറുസലേമിൽ നിന്ന് എമ്മാമോസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർ കുറച്ച് നടന്നപ്പോൾ അവരുടെ കൂടെ ഒരാൾ കൂടി എത്തി. എന്നാൽ അത് ക്രിസ്തുവാണെന്ന് അവരറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ക്രിസ്തു അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. എന്നാൽ ഈ ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവർ പിന്നെ കണ്ടില്ല. ആ ക്രിസ്തു എങ്ങോട്ട് പോയി? വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആ ക്രിസ്തു അവരുടെ ഉള്ളിലേക്ക് പോയി. നാം തിരിച്ചറിയണം, യോഗ്യമായി അപ്പം ഭക്ഷിച്ചാൽ ക്രിസ്തു ഉള്ളിലേക്ക് പോകും, അയോഗ്യമായി അപ്പം ഭക്ഷിച്ചാൽ ക്രിസ്തു പുറത്തേക്ക് പോകും. അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് യൂദ. അയോഗ്യമായി അപ്പം ഭക്ഷിച്ചപ്പോൾ അവൻ്റെ ഉള്ളിരുന്ന ക്രിസ്തു പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയ ക്രിസ്തു പിന്നെ അവിടെ സ്ഥാനമില്ല. പിന്നെ അവിടെ കയറുന്ന ആരാണ്? പിശാചാണ്. പിശാച് അവൻ്റെ ഉള്ളിലേക്ക് കയറി. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങൾ പലപ്പോഴും എഴുതി വെക്കാറുണ്ട്, ഇത് ദൈവഭവനമാണ്, ഇത് ബെത്സൈദയാണ്, ഇത് ബെതേലാണ്, ഇത് ബേത്ലഹേമാണ്. നമ്മുടെ ഭവനങ്ങൾക്കൊക്കെ പേരുണ്ട്. എന്നാൽ
ആ ഭവനത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ആ ഭവനത്തിൻ്റെ പേരിനൊത്ത ജീവിതമാണോ എന്ന് നാം തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പല ഭവനങ്ങളും കണ്ടിട്ടുണ്ട്, കൃത്യമായി പ്രാർത്ഥനയ്ക്ക് വരുന്ന കുടുംബങ്ങൾ, കൃത്യമായ കുർബാനയ്ക്ക് സംബന്ധിക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ ആ ഭവനത്തിൽ പിതാവും മകനും കൂടി മിണ്ടിയിട്ട് 5 വർഷമായി. ചില ഭവനങ്ങളിൽ അപ്പനും അമ്മയും മിണ്ടിയിട്ട് വർഷങ്ങളായി. കുറച്ച് നാൾ മുമ്പ് ഒരു ഭവനത്തിൽ ചെന്നു. അവിടെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് ചെന്നത്. മരണമെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ വികാരിച്ചും പറഞ്ഞു, അച്ഛാ ഈ അപ്പച്ചനെ അറിയാമോ? മരിച്ചുപോയ അമ്മച്ചിയുടെ അപ്പച്ചനാണ്. പക്ഷേ അപ്പച്ചനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഒരു 30 വർഷവുമായിട്ട് ഇവർ തമ്മിൽ മിണ്ടാട്ടമില്ലായിരുന്നാണ്. അമ്മച്ചി വയ്യാതെ കിടന്ന സമയത്തും രോഗമായിരുന്നപ്പോഴും ഒരു തുള്ളി വെള്ളം പോലും ഈ മനുഷ്യൻ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. മക്കളെല്ലാം വിദേശത്താണ്. ആശ്രയമാകേണ്ടവർ, കൂടെ ഇരിക്കേണ്ടവർ വിട്ടുമാറുമ്പോൾ നമ്മുടെ ക്ഷമയുടെ ജീവിതശൈലി എവിടെയാണ്? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുന്നവരായി നമ്മൾ മാറുന്നുവെങ്കിൽ എങ്ങനെയാണ് ദൈവസ്ഥലിൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്നത്? പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നിന്ദിച്ചതുപോലെ നമ്മൾ ആരും നിന്ദിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മുഖത്താരും തുപ്പിയിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും ചാട്ടവാർ കൊണ്ട് അടിച്ചിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും മോശമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ക്രിസ്തു എല്ലാം സഹിച്ചിട്ടും ക്രിസ്തു പറയുകയാണ്, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ. ഇതാണ് ആധ്യാത്മികതയുടെ പുതിയ മാനങ്ങൾ, ഇതാണ് പുതിയ സാധ്യതകൾ, ഇതാണ് പുതിയ വഴിത്താരകൾ. പ്രിയമുള്ളവരെ, ഇവിടെ കാണുകയാണ്, ഹിസ്കിയ രാജാവ് ഭയപ്പെട്ടു പോയി. എന്നാൽ യെശയ്യാ പ്രവാചകൻ വന്ന് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. ഒരു പ്രവാചകൻ എന്നാൽ ധൈര്യപ്പെടുത്തുന്നവനാണ്. പ്രവാചകന് ചില പ്രത്യേകതകളുണ്ട്. ദ പ്രൊഫറ്റ് ഈസ് എ വോയിസ് ഓഫ് വോയിസ്ലെസ് പീപ്പിൾ. പ്രവാചകൻ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ്. പ്രൊഫറ്റ് ഈസ് എ മീഡിയേറ്റർ. പ്രവാചകൻ ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യവർത്തിയാണ്. പഴയ കാലത്തൊക്കെയും നല്ല പ്രവാചകന്മാരുണ്ടായിരുന്നു, കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരാളെ നമുക്കറിയാം, ബെർയേശു എന്നൊരു കള്ളപ്രവാചകൻ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുണ്ട്. എവിടെയാണോ നാം തിരിച്ചറിയേണ്ടത്? നന്മയെ ചേർത്ത് നിർത്തുവാനും തിന്മയെ അകറ്റി നിർത്തുവാനും നമുക്ക് കഴിയണം. ക്രിസ്തു പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് നമ്മൾ വേദോസ്ത സുവിശേഷങ്ങൾ സാക്ഷിക്കുന്നത്. പാപിനിയായ സ്ത്രീയെപ്പോലും ക്രിസ്തു ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇവളുടെ പാപത്തെ ഞാൻ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമാണ് ഒരു സ്ത്രീയെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കല്ലെറിയുവാൻ കൊണ്ട് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ പാപമില്ലാത്തവളെ കല്ലെറിയട്ടെ. എന്താണ് പാപം? വാട്ട് ഈസ് സിൻ? പാപമെന്നാൽ ഇറ്റ്സ് എ ഡിസെൻഡിങ് പ്രോസസ്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ പേരാണ് പാപം. എന്നാൽ ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ പേരാണ് എന്ത്? നന്മ. നന്മയും തിന്മയും, പാപവും ദൈവികതയും രണ്ട് തുലാസിലാണ്. ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരേ സമയം ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ യാത്രകൾ ഇന്ന് എങ്ങോട്ടാണ്? വിജയത്തിനായിട്ട് മാത്രം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പരാജയങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സക്സസ് എന്താണ്? സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, സക്സസ് ഈസ് എ ജേണി. വിജയം എന്നാൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല, കോമകൾ മാത്രമേ ഉള്ളൂ. അതൊരു നീണ്ട യാത്രയാണ്. ഒരുപാട് വിജയങ്ങൾ കണ്ട, ഒരുപാട് നന്മകൾ പെറിയ അനേക പിതാക്കന്മാർ നമുക്കുണ്ട്. ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച ഒരു പിതാവിൻ്റെ ഒരു നല്ല നിമിഷങ്ങൾ ആണ് നമ്മളോട് ആയിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേർ അദ്ദേഹത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അതിന് ലക്ഷണമാണ് ഇന്നും ഇവിടെയും അനേകർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് എന്താണ് മറ്റുള്ളവർക്ക് മാതൃകകൾ കാണിക്കാനുള്ളത്? ഒരു റോൾ മോഡലാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും സ്വന്തം ഭവനങ്ങളിൽ മക്കൾക്ക് ഒരു റോൾ മോഡലാകുവാൻ പിതാവിന് കഴിയുന്നുണ്ടോ? മകൾക്ക് ഒരു റോൾ മോഡലാകുവാൻ അമ്മയ്ക്ക് കഴിയുന്നുണ്ടോ? അത് കഴിയാത്തതുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകളല്ല എന്നുള്ളതാണ്. എന്നാൽ പത്രോസ്ലിയ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയായിരിക്കും. എത്ര പേർക്ക് ഇത് പറയുവാൻ സാധിക്കും? നമ്മുടെ ജീവിതങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയുമോ? പൗരസ്ത്യ ദർശനങ്ങൾ കാണുന്നുണ്ട്, എവരി മിഷൻ ഈസ് എ വിഷൻ, എവരി ക്രിസ്ത്യൻ ഹൗസ് ഈസ് എ മിഷൻ സെൻറ്റർ. എല്ലാ ക്രിസ്ത്യാനികളും മിഷണറികളാണ്. എല്ലാ മിഷനും ഒരു ദർശനങ്ങളാണ്. എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളും മിഷൻ സെൻ്ററുകളായി തീരണം, കാരുണ്യത്തിൻ്റെ ഭവനങ്ങളായി തീരണം. കാരുണ്യത്തിൻ്റെ ഭവനം എന്ന് പേരിട്ടാൽ പോരാ,
അത് അർത്ഥവത്തായി അനുവർത്തിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ശമരിയാക്കാരൻ്റെ ഉപമയിൽ പറയുന്ന പോലെ ആദ്യം വന്ന പുരോഹിതനും ലേവ്യനും മിണ്ടാതെ കടന്നുപോയി. അവസാനം വന്ന ശമരിയാക്കാരൻ മാത്രമാണ് ദൈവസന്നിധിയിൽ നന്മകൾ അവിടെ ഇട്ടിട്ട് പോയത്. പ്രിയമുള്ളവരെ, ഒരു വലിയ ചിന്ത നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് എത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യകൾക്ക് പിന്നിലുള്ള കാരണം തന്നെ സ്നേഹത്തിൻ്റെ കുറവല്ലേ? ആത്മാർത്ഥമായി നമുക്ക് ചിന്തിക്കാം. ഒരാളെ സ്നേഹിക്കുവാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാളെ സ്നേഹിക്കുവാൻ മനസ്സിലാക്കുവാൻ ഈ ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആത്മഹത്യകൾ പെരുകില്ല. ഒരു വർഷത്തിൽ 15 ലക്ഷത്തോളം പേർ ആത്മഹത്യ ചെയ്യുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. ഓരോ 5 മിനിറ്റിലും ഒരാൾ വീതം ഇന്ന് സൂയിസൈഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോകുന്നത്? ഇന്ന് സംഭവിക്കുന്നത്, ഇന്ന് മാതാജിയും ഗുരുജിയും പിതാജിയും മാറ്റിയിട്ട് നമ്മൾ 3Gയിലേക്കും 5Gയിലേക്കും അതിന് മുകളിലോട്ടും പോകുവാൻ നോക്കണം തയ്യാറെടുക്കുകയാണ്. മറ്റുള്ള ജിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പഴയ കാലത്ത് ഭവനങ്ങളിലൊക്കെയും ചില പ്രത്യേകതകളുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഡിസ്കഷൻ, ഒരുമിച്ചുള്ള ഭക്ഷണ രീതി. ഇന്നത് മാറി അവനവന് തോന്നുന്നത് പോലെ ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്ന, അവനവന് മാത്രം എന്നിലേക്ക് ഒതുങ്ങുന്ന ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. എനിക്ക് ഞാൻ മാത്രം. അതിൻ്റെ കൂടെ ഒരാൾ കൂടെ സഹായത്തിനുണ്ട്. എന്താണ്? മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പമുണ്ട്. വീട്ടിൽ വരുന്നത് കള്ളനാണോ? വീട്ടിൽ വരുന്നത് നല്ലവനാണോ? വീട്ടിൽ വരുന്ന മഹത് വ്യക്തികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുവാൻ പോലും കഴിയുന്നില്ല. കാരണം ഇതിൽ നിന്ന് കണ്ടെടുത്തെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് നോക്കുവാൻ കഴിയുകയുള്ളൂ. മൊബൈൽ ഫോണിനെ കുറിച്ച് മനോഹരമായ കണ്ടുപിടുത്തമുണ്ട്. അമേരിക്കയിലെ ചില ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് ഒരു പരീക്ഷണം നടത്തി. ഒരു മൊബൈൽ ഫോൺ, 100 മൊബൈൽ ഫോൺ അവരിങ്ങനെ ഒരിടത്ത് വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു ഓന്തിനെ അങ്ങോട്ട് പിടിച്ചിട്ട് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് എടുത്തപ്പോൾ ഓന്ത് നിറം വെളുത്തു പോയി എന്ന് പറഞ്ഞു. കാരണം ഒരാഴ്ച കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ വന്ന റിയാക്ഷൻ്റെ ഭാഗമാണ് ഓന്ത് വെളുത്തു പോയത്. അതിന് സ്വയസിദ്ധമായിട്ടുള്ള നിറം മാറാനുള്ള കഴിവ് നഷ്ടമായിപ്പോയി. നമുക്ക് മനസ്സിലായി മൊബൈൽ ഫോൺ അധികമായിട്ട് ഉപയോഗിച്ചാൽ കുടുംബം വെളുക്കുന്നത് എങ്ങനെയാണ്. പ്രിയമുള്ളവരെ, അമിതമായാൽ എന്തും അമൃതാണെങ്കിൽ പോലും വിഷമാണ്. എല്ലാം നല്ലതാണ്, അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടെങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്കും അത് കണ്ടുപിടിക്കുവാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഇന്ന് ഭവനങ്ങളിൽ അമ്മ സീരിയൽ കാണും, മക്കൾ മറ്റുള്ള കാര്യങ്ങൾ കാണും, അപ്പമ്മ വാർത്ത കാണും, പ്രാർത്ഥനയ്ക്ക് മാത്രമേ സമയമില്ല. പഴയ കാലത്ത് ക്രിസ്ത്യൻ ഭവനങ്ങൾ കൂടി നടന്നു പോകുമ്പോൾ, ക്രിസ്ത്യൻ ഭവനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അറിയാമായിരുന്നു അത് ക്രിസ്തീയ ഭവനമാണ്. അവിടെ നിന്ന് പ്രാർത്ഥനയുടെ ആത്മാർത്ഥമായ ചില നിലവിളികളുണ്ട്, അനുതാപമുണ്ട്. ഇന്ന് നിലവിളികളില്ല. വേദോത്സവത്തിൽ ചില കരച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യോനയുടെ കരച്ചിൽ. യോന കരഞ്ഞത് തന്നെ ഓർത്തല്ല, തൻ്റെ പാപത്തെ ഓർത്താണ്. യോന കരഞ്ഞത് തൻ്റെ ജനസമൂഹത്തിന് വേണ്ടിയാണ്, നിനിവയ്ക്ക് വേണ്ടിയാണ്. അതിൻ്റെ ഫലമാണ് നിനിവയിലെ രാജൻ പോലും, നിനിവയിലെ മഹാരാജാവ് പോലും അനുതാപത്തിൽ കൂടി ജീവിച്ചത്. രണ്ടാമത് കാണുന്നു പാപിനിയായ സ്ത്രീ തൻ്റെ പാപത്തെ ഓർത്ത് കരയുന്നുണ്ട്, സുവിശേഷം സാക്ഷിക്കുന്നുണ്ട്. താൻ പാപിയാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ ജനസമൂഹത്തിനൊന്നും അവളെ വേണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു വന്ന് പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. മൂന്നാമത് കാണുകയാണ്, സോദോം ഗൊമോറയുടെ പാപമോർത്ത് അബ്രഹാം കരയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സോദോം ഗൊമോറയ്ക്ക് വേണ്ടി കരയുവാൻ മറ്റാരും തയ്യാറാകാത്തപ്പോൾ സോദോം ഗൊമോറയ്ക്ക് വേണ്ടി കരയുവാൻ അബ്രഹാം തയ്യാറെടുക്കുകയാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടത്. ആരും ശ്രദ്ധിക്കാത്തവനെ ശ്രദ്ധിക്കുവാൻ, ആരും സ്നേഹിക്കാത്തവനെ സ്നേഹിക്കുവാൻ, ആരും കരുതാത്തവനെ കരുതുവാൻ കഴിയുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ക്രിസ്തു എന്തൊക്കെയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ? തിരമാലകളെ ഭേദിക്കുവാൻ പഠിപ്പിച്ചില്ലേ? മലമുകളിലേക്ക് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചില്ലേ? ക്രിസ്തു ഒരിക്കൽ നോക്കിയപ്പോൾ കണ്ട എന്താണ്? ശിഷ്യന്മാർ മലയുടെ മണ്ടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നു. ക്രിസ്തു എന്താ പറഞ്ഞേ? നിങ്ങൾ ഉടനെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ, പരീക്ഷകളിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. പരീക്ഷ വലിയ പ്രശ്നമാണ്. ക്രിസ്തുവിനെ പോലും സാത്താൻ പരീക്ഷിക്കുവാൻ മുതിർന്നുവെങ്കിൽ എത്രമാത്രം നമ്മളെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. പരിശുദ്ധനായ പാമ്പെടുത്ത് പറയുന്നു, ക്രിസ്തുവിന് പ്രാർത്ഥന ആവശ്യമില്ല, എന്നിട്ട് കൂടി ക്രിസ്തു ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ക്രിസ്തു വിയർപ്പുകൾ
രക്തത്തുള്ളികളാക്കി പ്രാർത്ഥിച്ചു എങ്കിൽ സാധാരണ മനുഷ്യരെ നമ്മൾക്ക് എത്രമാത്രം പ്രാർത്ഥനയുടെ ആവശ്യകതയുണ്ട്? ഈ ഒരു ചോദ്യമാണ് നമ്മെ ഭരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഒന്നാം ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന പ്രത്യേകത, തളർച്ചകൾ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയണം. വാർത്തകൾ നിമിത്തമോ വാക്കുകൾ നിമിത്തമോ വേദന ഉണ്ടാകുമ്പോൾ അതിൽ വിഷമിക്കേണ്ട. നമ്മളെക്കാൾ വേദനയേറ്റവൻ കാൽവറിയിലുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചവൻ, നമ്മളെക്കാൾ പീഡനം അനുഭവിച്ചവൻ അവൻ കാൽവറിയിലുണ്ട്. അവിടെ അവൻ ലോകത്തിന് പ്രകാശമായി തീർന്നു, ലോകത്തിന് വിസ്മയമായി തീർന്നു. നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? ഒന്നാം ഭാഗം അവസാനിക്കുകയാണ്. ഒന്നാം ഭാഗം അവസാനിക്കുമ്പോൾ നമ്മെ ഭരിക്കേണ്ട ചിന്തയാണ്, തളർച്ചകളെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയണം. വി നീഡ് ദ റെസിസ്റ്റൻസ്. രണ്ടാമതായിട്ട് പറയുകയാണ്, നമ്മുടെ ആശ്രയത്തിൻ്റെ തായ്വേരുകൾ കണ്ടെത്തണം. രണ്ടാമതായി നമ്മെ ഭരിക്കേണ്ട ഒരു ചിന്തയാണ്, നമ്മുടെ ആശ്രയത്തിൻ്റെ തായ്വേരുകൾ കണ്ടെത്തണം. ഇൻ സെർച്ച് ദ റൂട്ട്സ് ഓഫ് റിലയൻസ്. ആശ്രയത്തെക്കുറിച്ച് മനോഹരമായ ഒരു ചൊല്ലുണ്ട്. റിലയൻസ് ഈസ് നോട്ട് എ സ്ലേവറി, ഇറ്റ് ഈസ് എ ജേർണി ഫോർ സെർച്ച് ദ ഓൾമൈറ്റി ഗോഡ്. റിലയൻസ് ഈസ് നോട്ട് എ സ്ലേവറി, ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ദ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിലേക്കൊരു യാത്രയാണ് ആശ്രയം. ആശ്രയം എന്നാൽ അതൊരു കീഴടങ്ങലോ, ആശ്രയം എന്നാൽ അതൊരു ഭീരുത്വമോ അല്ല. ആശ്രയം എന്നാൽ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരമാണ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനം പറയുന്നുണ്ട്, 125 സങ്കീർത്തനം 1-ാം വാക്യം എന്താ പറയുന്നത്? യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. പിന്നെയും കാണുന്നുണ്ട് 118-ാം സങ്കീർത്തനം 8-ാം വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്, യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയത്തിൻ്റെ തായ്വേരുകൾ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ റൂട്ടുകൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു കടലിൽ കിടക്കുന്ന മത്സ്യത്തെ സംബന്ധിച്ച് അതിന് ആഴങ്ങളിലേക്ക് പോകാം, അതിന് മുകളിലേക്ക് വരാം. എന്നാൽ അത് കടലിന് വെളിയിൽ വന്നാൽ നിശ്ചയമായും മരണം സംഭവിക്കും. മറ്റൊരു പ്രത്യേകതകളുണ്ട്. ഒരു മീനിനെ സംബന്ധിച്ച്, ഒരു മത്സ്യത്തെ സംബന്ധിച്ച് അത് കിടക്കുന്നത് ഉപ്പുള്ള കടലിലാണെങ്കിലും അതിനൊരിക്കലും ഉപ്പ് പിടിക്കില്ല. കാരണം അതിനെ പ്രതിരോധിക്കുവാൻ അതിനൊക്കെ അറിയാം. എന്നാൽ അതിനെ കൊന്ന് കരയിലിട്ട് ഉപ്പ് തേച്ചെങ്കിൽ മാത്രമേ ഉപ്പ് അതിൽ ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളും എത്ര മാലിന്യത്തിൽ കിടന്നാലും ഉപ്പ് പിടിക്കാതിരിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. അതാണ് നമ്മുടെ പ്രത്യേകത. നമുക്കിന്ന് പ്രതിരോധം ഉണ്ടാകണം. ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽപ്പെട്ട് നമ്മൾ ഒഴുകിപ്പോകുന്നുവെങ്കിൽ നമ്മൾ ആത്മീയരെന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ തയ്യാറാകരുത്. വിശുദ്ധനെന്ന് വിളിക്കപ്പെടുവാൻ തയ്യാറാകരുത്. എന്താണ് വിശുദ്ധി? ആരാണ് വിശുദ്ധൻ? വിശുദ്ധി എന്നാൽ ഒരു മരണ അനന്തര ചടങ്ങല്ല. വിശുദ്ധി എന്നാൽ ദൈവം ഏൽപ്പിച്ച ചുമതലകളെ, കാലത്തിന് വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭംഗിയായി നിർവഹിക്കുമ്പോൾ അതിൻ്റെ പേരാണ് വിശുദ്ധി. അവനാണ് വിശുദ്ധൻ. അതിൻ്റെ റെസ്പോൺസ് അല്ലേ അനേക വിശുദ്ധന്മാർ നമുക്കുണ്ടായത്. പരിശുദ്ധനായ പാമ്പാഴ തിരുമേനിയും പരിശുദ്ധനായ പരിമള തിരുമേനിയും പരിശുദ്ധനായ വട്ടശ്ശ തിരുമേനിയും ഒക്കെയും വിശുദ്ധരായത് ഒരു സുപ്രഭാതത്തിൽ അവർ വിശുദ്ധരായതല്ല. അനേക വർഷങ്ങളുടെ പ്രയത്നം, ദൈവത്തിലേക്കുള്ള പ്രയാണം, സഹജീവിയുള്ള സ്നേഹം, ഇതിൻ്റെ റെസ്പോൺസാണ് വിശുദ്ധിയിലേക്ക് നടന്നെടുത്തത്. നമുക്കും നടന്നെടുക്കുവാൻ കഴിയുമോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നറിയാതെയാണ് പലപ്പോഴും ഇന്ന് പലരും ആത്മഹത്യ ചെയ്യുന്നത്, പലരും മറ്റുള്ളവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാവചനം പറയുന്നത്. നാം തിരിച്ചറിയണം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ബോഡി എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കും ആരെയും കുറ്റം പറയാൻ കഴിയുകയില്ല. എന്താണ് സഭ? ചർച്ച് ഇസ് നോട്ട് എ ബിൽഡിംഗ്. ചർച്ച് എന്നാൽ ഒരു കെട്ടിടമല്ല. ചർച്ച് എന്നാൽ ഇറ്റ് ഇസ് എ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ആ സഭയിൽ നിൽക്കുമ്പോൾ സഭയുടെ പിതാക്കന്മാരോട് ചേർന്ന് നിൽക്കുവാൻ, സഭയ്ക്ക് ശക്തി കൊടുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. സഭയാരെങ്കിലും കുറ്റം പറയുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പറയാതെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ,
സഭയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ, എൻ്റെ സഭയിൽ നിന്നുള്ള വികാരത്തിൽ കൂടി ജീവിക്കുവാൻ നമുക്കിടയാകണം. നാം തിരിച്ചറിയണം, കൊറോണ സമയത്തും അനേക സംസ്കാരങ്ങളിൽ ആരാധന മുടങ്ങിയപ്പോഴും 4 പേരെ വെച്ചും 5 പേരെ വെച്ചും ആരാധന നടത്തുവാൻ നമ്മുടെ പിതാക്കന്മാർ തയ്യാറായി എന്നുള്ളത് അവരുടെ ധൈര്യത്തിൻ്റെ ഒരു വലിയ ബാക്കിപത്രമാണ്. നമ്മുടെ അഭിമാനത്തിൻ്റെ ഒരു വലിയ ബാക്കിപത്രമാണ്. എന്തെല്ലാം നമ്മൾ പഠിച്ചു. നമ്മൾ ചിന്തിച്ചത് ക്യാമറ കണ്ണുകൾ കൊണ്ട് ലോകമൊക്കെ കീഴടക്കാമെന്നാണ്. എന്നാൽ ഒരു കുഞ്ഞൻ വൈറസ് വന്ന് ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നു, എന്നെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വിത്ത് ദ പ്രസൻസ് ഓഫ് ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. ദൈവത്തിന് മാത്രമേ ഈ വ്യാധികളെയും ഈ അപകടങ്ങളെയും മാറ്റുവാൻ കഴിയുകയുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം നമ്മളെല്ലാവരും നിസ്സഹായരായ മനുഷ്യരാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സഹജീവികളെ സ്നേഹിക്കുവാനും സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. ഇവിടെ ഇതാ അശൂർ രാജാവ് വെല്ലുവിളി ഉയർത്തുകയാണ്. അശൂർ രാജാവിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവൻ സാമ്രാജ്യത്വത്തിൻ്റെ അതീതനാണ്, അനേക യുദ്ധങ്ങൾ വിജയിച്ചവനാണ്, അനേക ദേവന്മാരെ അവരുടെ പ്രതിഷ്ഠകളെ തകർത്തവനാണ്, അനേകരെ കൊന്നൊടുക്കിയവനാണ്, അനേക രാജ്യങ്ങൾ പിടിച്ചടക്കിയവനാണ്. എന്നാൽ അവൻ മറന്നുപോയതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ യാത്ര ചെയ്തില്ലെങ്കിൽ അധികം നാൾ തുടരുവാൻ സാധിക്കുകയില്ല. നമ്മൾ കാണുന്നുണ്ട്, ദാനിയേൽ പ്രവാചന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു, ബെൽശസ്സർ രാജാവ് തൻ്റെ 1000 മഹത്തുക്കൾക്ക് ഒരു വിരുന്നൊരുക്കി. എന്നാൽ ആ വിരുന്നിൽ ആട്ടവും പാട്ടവും നൃത്തവും ഉണ്ടായിരുന്നു. അവസാനം ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങളിൽ അവർ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ചപ്പോൾ ഒരു കൈപ്പത്തി, അത് ദൈവത്തിൻ്റെ കൈപ്പത്തിയാണ്, അവിടെ വന്ന് എഴുതുകയാണ്, മെനെ മെനെ തെക്കയിൽ ഊർഫസീൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഞാൻ നിന്നെ പരിശോധിച്ചു, നിന്നെ തൂക്കി നോക്കി, നിന്നെ എണ്ണി നോക്കി, നിന്നെ കുറവുള്ളവനായി കണ്ടു, നിന്റെ രാജ്യം മേദ്യന്മാർക്കും പാഴ്സികൾക്കും വിഭജിച്ചു കൊടുത്തു. അന്ന് രാത്രി ദാരിയസ് രാജാവ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ആർഭാടങ്ങളിൽ ദൈവ സാന്നിധ്യമില്ല എങ്കിൽ അവിടെ നിശ്ചയമായ അപകടങ്ങൾ സംഭവിക്കും. നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും വിവാഹ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് കഴിഞ്ഞ് രാത്രിയിൽ ഒരു പാർട്ടി നടത്തണം. ആ പാർട്ടിയിൽ കുപ്പികൾ പൊട്ടിക്കുമ്പോൾ നാം തിരിച്ചറിയണം, നിന്റെ മക്കളുടെ ജീവിതങ്ങൾ കുപ്പി പൊട്ടുന്നത് പോലെ തകരുവാൻ നീ വിട്ടുകൊടുക്കരുത്. ശുശ്രൂഷയ്ക്ക് നിൽക്കുവാൻ സമയമില്ല, വേഗത്തിലോടി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതമാവുകയാണ്. ശുശ്രൂഷയ്ക്ക് വന്നാലോ മണവാട്ടിയുടെ ആഭരണം നോക്കുവാനും മറ്റുള്ളവരുടെ സാരി നോക്കുവാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനും നീ തയ്യാറാകുമ്പോൾ ശുശ്രൂഷയുടെ ഭക്തി എത്രമാത്രമാണ് നമുക്കവിടെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. നമുക്കല്ലെങ്കിലും അങ്ങനെയാണല്ലേ. കാരണം നമ്മുടെ കൊല്ലേച്ചാണെങ്കിലും മറ്റുള്ള ദിവസങ്ങളാണെങ്കിലും ആളുകളൊക്കെയും പള്ളിക്ക് കൂടുതലും വെളിയിലായിരിക്കും അല്ലേ, കഞ്ഞിയൊക്കെ നടത്തും. മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ വ്യാപൃതരായിരിക്കും. എല്ലാ കാര്യം നടക്കണം. എന്നാൽ നാം തിരിച്ചറിയണം, ദേവാലയത്തിൽ വരേണ്ട സമയത്ത് വരുവാനും ശുശ്രൂഷകളെ അനുതാപത്തോടെ കാണുവാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിൻ്റെ അവകാശമാണെന്ന് കരുതുവാനും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവിക മക്കളായി സാക്ഷ്യത്തിന് മുഖാന്തരമായി തീരുന്നത്. ശിഷ്യന്മാരുടെ അവരുടെ യാത്രയുടെ സമയങ്ങളാണല്ലോ ഇത്. ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ കടലിൽ വലവീശാൻ പോയ മനോഹരമായ വേദഭാഗമുണ്ട്. അവിടെ കാണുന്നത്, ശിഷ്യന്മാർക്ക് ക്രിസ്തു ഉത്ഥാനത്തിന് ശേഷം 4 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതാണ് പറയുന്നത്. അവിടെ കാണുന്നത്, ശിഷ്യന്മാർ ഉത്ഥാനത്തിന് മുമ്പ് വലയെറിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് വലയെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉത്ഥാനത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ വലയെറിഞ്ഞപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമില്ലായിരുന്നു. എന്നാൽ രണ്ടാമത് അവർ വലയെറിഞ്ഞപ്പോൾ അവർ വളരെ ബോധ്യത്തോടെ ആത്മവിശ്വാസത്തോടെ ദൈവിക പ്രത്യാശയോടെ വല വീശി. അതിൻ്റെ ഫലമാണ് വലയിൽ അനേക മീൻ ഇങ്ങനെ പെരുകിയത്. പ്രിയമുള്ളവരെ, ദൈവിക ബോധ്യത്തോടെ കടന്നു വരുന്നവർക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കോണം ഇടയാകണം. ആരാണോ ദേവാലയത്തിൽ വന്ന് ആത്മാർത്ഥമായി കണ്ണുനീരോടെ നിലവിളിക്കുന്നത്? ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയ നമുക്കറിയാം, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് തൻ്റെ പാപങ്ങളുടെ മാത്രം കാര്യങ്ങളാണെങ്കിൽ പരീശൻ പ്രാർത്ഥിച്ചത് കൂടിയിരുന്ന ചുങ്കക്കാരൻ്റെ കുറ്റങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കി നമ്മൾ വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, ഒരു കംബാക്ക് നമുക്ക് ആവശ്യമാണ്. ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്. സ്വയത്തെ അമിതമായി പെരുപ്പിക്കുന്നതും മറ്റുള്ളവരെ തുച്ഛീകരിച്ച് കാണുന്നതും ഒരുപോലെ പാപമാണ്. ദൈവസന്നിധിയിൽ നീതി ലഭിക്കാത്ത പാപമാണ്. അതിൻ്റെ ഫലമാണ്
നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആർക്കും സന്തോഷമില്ല. പ്രായമുള്ള അമ്മച്ചോട് ചോദിച്ചാലും, കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും, കല്യാണം കഴിച്ച മകളോട് ചോദിച്ചാലും പറയും, എങ്ങനെയുണ്ട് ജീവിതം? വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിനർത്ഥം എന്താ? എന്തോ കുഴപ്പം ചെറുതായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരമ്മ വന്ന് പറഞ്ഞു, മോളുടെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് ചൂളിപ്പോയി അച്ഛാ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. സ്വന്തം മക്കളുടെ മനസ്സറിയുവാൻ കഴിയുന്നുണ്ടോ? സ്വന്തം മക്കളുടെ ചോദ്യം കേട്ട് ചൂളിപ്പോയാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരും? വിശുദ്ധ വേദപുസ്തകം ആവശ്യപ്പെടുന്നു, വി ക്യാൻ റീഡ് ദ മൈൻഡ് ഓഫ് അവർ സേവിയർ. രക്ഷകന്റെ മനസ്സ് വായിച്ചെടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ക്രിസ്തുവിനെ ഒന്ന് തൊട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൾ ക്രിസ്തുവിൻ്റെ വെളുമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾക്ക് രോഗസൗഖ്യം വന്നിരുന്നുവെങ്കിൽ, അവൾ ക്രിസ്തുവിനെ പൂർണ്ണമായി തൊട്ടിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ മാറിപ്പോയനെ. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മുടെ സൈഡിൽ നിൽക്കുകയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാൻ സാധ്യതയുണ്ടായിട്ടും ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാണ്. സഹോദരൻ്റെ അതിരിൽ നിന്ന് ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് ഒരു വിഷയം കിടക്കുന്നത് എൻ്റെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ബസ്സിലും ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറ്റ് കിട്ടും. ആ സീറ്റ് എവിടം വരെയുണ്ട്? യാത്ര പൂർത്തീകരിക്കുന്നവർ. ഇത് നമ്മുടെ ജീവിത യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു. യാത്ര എവിടെ അവസാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. ദൈവത്തിൽ അവസാനിക്കണോ, പിശാചിൽ അവസാനിക്കണോ? പ്രിയമുള്ളവരെ, പലപ്പോഴും യാത്രകൾ ദൈവത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല. പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. എബ്രായലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, മഹാപുരോഹിതനും വിശ്വസ്തനുമായ ദൈവത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മുടെ നോട്ടങ്ങളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ അപകടങ്ങളാണ് ഈ കാണുന്നത്. നമുക്കറിയാം, സിമ്മിനൊരു പ്രൊവൈഡറുണ്ട്. ആ പ്രൊവൈഡർ പരിധിയിൽ നിന്ന് മാറിയാൽ അതിന് റേഞ്ച് കിട്ടുകയില്ല. എവിടെയാണെങ്കിലും പരിധികൾ ലംഘിച്ചാൽ റേഞ്ച് കിട്ടുകയില്ല. മാതാപിതാക്കൾ പറയും, മക്കളെ അങ്ങോട്ട് പോകരുത്, അവനുമായി കൂട്ടുകൂടരുത്, അപകടമാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താണ് എൻ്റെ കാര്യത്തിൽ ഇത്ര ആകാംക്ഷ? മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പോകാമല്ലോ, എനിക്ക് മാത്രം എന്താ പോയാൽ? കാരണം യു ആർ ദ ക്രിസ്ത്യൻ, നീ ഒരു ക്രിസ്ത്യാനിയാണ്. മറ്റു വഴികളിൽ പോകാൻ നിനക്ക് അവകാശമില്ല. നിന്റെ മാതാപിതാക്കൾ നടന്ന വഴിയിൽ കൂടി മാത്രമേ നിനക്ക് നടക്കുവാൻ അവകാശമുള്ളൂ. നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് പലപ്പോഴും യുവജനങ്ങൾ കുറഞ്ഞു വരുന്നു. അവരില്ലാഞ്ഞുകൊണ്ടാണോ? അല്ല, എല്ലാവരും പുറത്ത് പഠിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ അവരെ എത്രമാത്രം ആരാധനയിൽ പങ്കെടുപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? ശ്രദ്ധകൾ മാറിപ്പോകുന്നു, നോട്ടങ്ങൾ മാറിപ്പോകുന്നു. നമുക്കറിയാം, ദാവീദ് രാജാവിൻ്റെ നോട്ടം ഒന്ന് മാറിപ്പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നടപ്പുകൾ ദൈവത്തിന് ഇഷ്ടമുള്ളതാകണം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, നിപ്പെങ്ങനെയായിരിക്കണം, നമ്മുടെ ഇരിപ്പെങ്ങനെയായിരിക്കണം. നമ്മൾ ഇരിക്കാനിടത്തരുത് ഇരിക്കരുത്, നിൽക്കാനകത്തടുത്ത് നിൽക്കരുത്. പക്ഷെ പലപ്പോഴും ഇന്ന് കാണുന്നത് നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അതല്ലേ യോനയ്ക്ക് പറ്റിയത്? നിലവിലേക്ക് മാം പറഞ്ഞ് തടസ്സത്തിലോട്ട് പോയി അവസാനം തിരിച്ചു വരേണ്ടി വന്നു. നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം തയ്യാറായി ഒരാൾ പോകുന്നുണ്ട്. അവൻ്റെ പേരാണ് ശൗൽ. അവൻ 150 കിലോമീറ്റർ സഞ്ചരിച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം അധികാരപത്രവുമായി കടന്നു പോകുമ്പോൾ ദമസ്കോസിന് പടിവാതിൽക്ക് വെച്ച് ക്രിസ്തുവിനെ പിടിച്ച് അവൻ്റെ ജീവിതത്തെ വേർതിരിച്ചു വിടുകയാണ്. കഴിഞ്ഞ കാലത്ത് 150 മൈൽ നടന്നവൻ പിന്നീട് 1500 മൈൽ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മെ തൊടുമ്പോഴുള്ള അനുഭവം. ദൈവം വെള്ളത്തെ തൊട്ടപ്പോൾ അത് വീഞ്ഞായി, വീഞ്ഞിനെ തൊട്ടപ്പോൾ രക്തമായി. ക്രിസ്തു നമ്മെ തൊടുമ്പോൾ ജീവിതങ്ങൾ മാറിപ്പോവുകയാണ്. ക്രിസ്തുവിന് മാത്രമേ ജീവിതത്തിൻ്റെ ശൈലികൾ മാറ്റിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇതാ ഹിസ്കിയ രാജാവ് അശൂർ രാജാവിൻ്റെ വെല്ലുവിളി കേട്ട് ഭയപ്പെടുകയാണ്. നിന്റെ ആശ്രയം ആരെന്ന് ചോദിക്കുമ്പോൾ വിറയ്ക്കുകയാണ്. യെശയ്യാവ് പറഞ്ഞു, നീ വാക്കിൽ നിമിത്തം ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഗോഡ് ബി വിത്ത് us. നമ്മോട് കൂടെയുള്ള ദൈവം അവൻ ശക്തനാണ്,
അവൻ അതിശയം പ്രവർത്തിക്കുവാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട്, കർമ്മേ മലയിൽ വെച്ച് ഏലിയ പ്രവാചകൻ ബാലിൻ്റെ ദേവന്മാരെ ഉന്മൂലനം ചെയ്ത് ദൈവത്തിൻ്റെ ശക്തി കാണിക്കുന്നു. ദൈവത്തിന് മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ, എന്നാൽ ആ അത്ഭുതങ്ങൾക്കൊന്നും ദൈവശക്തിയുടെ നിറവുകളില്ല. അതെല്ലാം വ്യർത്ഥമാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പൈതങ്ങൾ തീച്ചുള്ളിൽ കൂടി നടക്കുമ്പോൾ അവർ ഭയപ്പെട്ടില്ല. കാരണം ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, അതാണ് സത്യദൈവം. അവന് മാത്രമേ തങ്ങളെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവസാനം രാജാവ് കൂടി മാനസാന്തരപ്പെട്ടു. ശത്രുക്കൾ പോലും മാനസാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, രണ്ടാം ഭാഗത്തിൽ കാണുകയാണ്, നാം തിരിച്ചറിയണം, ക്രിസ്തീയ ജീവിതം ഒരു ഗോതമ്പ് മണി പോലെയാണ്. വേണമെങ്കിൽ പത്തായത്തിലിരിക്കാം, ഇല്ലെങ്കിൽ വിതയ്ക്കപ്പെടാം. നമ്മൾ ചിന്തിക്കണം, വിതയ്ക്കപ്പെട്ട് നല്ല ധാന്യങ്ങളെ പുറത്തു വരണമോ, സൗന്ദര്യം സൂക്ഷിച്ച് അകത്തിരിക്കണം. കൊറോണ സമയത്തൊരു പ്രശ്നമായിരുന്നു, ആരും പുറത്തിറങ്ങത്തില്ല, അകത്ത് മാത്രമായിരുന്നു. അകത്തിരുന്നാലും പുറത്തിരുന്നാലും ദൈവമാണ് എന്നെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിക്കാണ് നീ ജീവിക്കേണ്ടത്. മൂല്യങ്ങൾ കാറ്റിൽ പറത്തി കളയരുത്. രണ്ടാമത് ഹിസ്കിയാവ് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, നിന്റെ ആശ്രയം നിന്റെ ദൈവമായിരിക്കണം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും രക്ഷയുമാകുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ തളർച്ചകളെ പ്രതിരോധിക്കുവാൻ കഴിയണം. രണ്ടാമത് കാണുകയാണ്, നമ്മൾ നമ്മുടെ ആശ്രയത്തിൻ്റെ തായ്വേരുകൾ കണ്ടെത്തണം. അത് ദൈവത്തിൽ അവസാനിക്കുവാൻ കഴിയണം. ഇവിടെ ഹിസ്കിയാവിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സ്ട്രെങ്ത് എന്താണ്? നിൻ്റെ ആശ്രയം എന്താണ്? നിൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്താണ്? എന്താണ് സക്സസ്? എന്താണ് വിജയം? പലപ്പോഴും വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചില പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. 10 മന്ത്ര ലീഡ് ടു സക്സസ്, വലിയ മനോഹരമായ പുസ്തകങ്ങളാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നുപോയി, പരാജിതരുടെ ചില പുസ്തകങ്ങൾ കൂടി ഒന്ന് കൊടുക്കുവാനിടയാകണം. ജീവിതം എന്നാൽ വിജയം മാത്രമല്ല, പരാജയം കൂടിയുണ്ട്. മൂന്നാം ഭാഗത്തിൽ കടന്നു വരികയാണ്. മൂന്നാം ഭാഗം സാക്ഷിക്കുന്നു, ദൈവിക ബലത്തിൻ്റെ കാണാപ്പുറങ്ങൾ തിരിച്ചറിയുക. ഇറ്റ് ഇസ് എ ടൈം ഫോർ റിവ്യൂ. ദൈവിക ബലത്തിൻ്റെ കാണാപ്പുറങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇതാ യെശയ്യാ പ്രവാചകൻ വന്ന് പറയുകയാണ്, നിന്റെ ദൈവം വലിയവനാണ്, അവൻ അതിശയങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും. ദിവസത്തിന് ലാസ്റ്റ് ഭാഗത്ത് കാണുന്നുണ്ട്, ഒരു രാത്രിയിൽ സെൻഹരീബും അശൂർ രാജാവായ സെൻഹരീബും അവൻ്റെ അനേക പടയാളികളും കിടന്നുറങ്ങുമ്പോൾ ദൈവദൂതൻ കടന്നു വന്ന് 1,84,000 പേരെ സംഹരിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ യുദ്ധം ചെയ്യേണ്ട, നമുക്കായി ദൈവം യുദ്ധം ചെയ്യും. എഫെസ്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, നിന്റെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. പലപ്പോഴും സഹോദരൻ നേരെ വാളെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരന് നേരെ അമ്പ് കൊയ്യുമ്പോൾ നാം തിരിച്ചറിയണം, ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം ചോദിക്കുന്നു, കായിനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? അവൻ പറയുകയാണ്, എനിക്കറിയുകയില്ല, ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയുകയില്ല. വലിയ പ്രശ്നമാണ്. ഹിസ്കിയ പ്രവാചകൻ അതായത് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 കാണുന്നുണ്ട്. അവിടെ എസക്കിയേലിനെ കേദാറിന്റെ താഴ്വാരങ്ങൾ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്രനെ അസ്ഥികൾ ജീവിക്കുമോ? പറയുകയാണ്, ഗോഡ് ഐ ഡോണ്ട് നോ ബട്ട് യു നോസ്. ദൈവമേ, എനിക്കറിയുകയില്ല, പക്ഷെ എല്ലാം നീ അറിയുന്നു. എല്ലാം ദൈവം അറിയുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ശോഭനമായി തീരും. എല്ലാം എനിക്ക് അറിയാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകും. അതാണ് പലപ്പോഴും പല വമ്പന്മാരുടെ വീഴ്ചയ്ക്ക് കാരണം. ശൗൽ രാജാവിനെ കുറിച്ച് നമുക്കറിയാം. അവസാനം അവൻ്റെ പുത്രൻ്റെ കൈകൊണ്ട് തന്നെ മരണം വരിക്കേണ്ടി വന്നു. ഇവിടെ ഇതാ നമ്മൾ കാണുന്നു, അശൂർ രാജാവായ സെൻഹരീബിനും തൻ്റെ മക്കളാൽ കൊല്ലപ്പെടേണ്ടി വരുന്നു. കാരണം അമിതമായി അഹങ്കരിച്ചാൽ അപകടം നിശ്ചയമാണ്. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിൻ്റെ മരുന്ന് എന്താണെന്ന് നമുക്കറിയാം. ഞാനെന്ന ഭാവം വിട്ടെങ്കിലേ ജ്ഞാനമുണ്ടാവുകയുള്ളൂ. മെഡിറ്റേഷനിൽ പറയുന്നു, മെഡിറ്റേഷൻ എന്നാൽ ഒബ്സർവേഷൻ ഫോർ ട്രൂത്ത്. ഇറ്റ് ഈസ് എൻ ഒബ്സർവേഷൻ ഫോർ ട്രൂത്ത്. സത്യത്തിലേക്കൊരു അന്വേഷണമാണ് ധ്യാനം. ധ്യാനം എന്നാൽ രൂപാന്തരമാണ്.
ധ്യാനമെന്നാൽ സ്വയം ഇല്ലാതാക്കലാണ്. ദൈവത്തെ കണ്ടെത്തുന്ന ഒരു നിമിഷമാണ് ധ്യാനം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൻ്റെ 2 പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഹിസ്കിയ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, നിന്നോട് ഞാൻ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത നല്ലത് മാത്രമേ ഉള്ളൂ, എന്നോട് കരുണ തോന്നണമേ. ദേവാലയത്തിൽ മുട്ടുമടക്കിയൻ പ്രാർത്ഥിച്ചപ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് 37-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അശൂർ രാജാവായ സെൻഹരീബ് അവൻ നിനവയിൽ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിലായിരിക്കുമ്പോൾ അവൻ്റെ മക്കളായ അദ്രമേലേക്കും സരേസനും വന്ന് അവനെ കുത്തിക്കൊല്ലുകയാണ് വാൾ കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നമ്മളെ കൊല്ലുവാൻ തയ്യാറെടുക്കുമോ? ഇവിടെ കാണുന്നു, തൻ്റെ ജീവിതത്തിൽ നെടുന്തൂണാകേണ്ട മക്കൾ, തൻ്റെ ജീവിതത്തിൽ ആശ്രയമാകേണ്ട മക്കൾ, തൻ്റെ ജീവിതത്തിൻ്റെ ബലമാകേണ്ട മക്കൾ ഇവിടെ ഇതാ സ്വന്തം പിതാവിനെ കൊല്ലുവാൻ തയ്യാറെടുക്കുകയാണ്. നമ്മൾ കാണുന്ന മനോഹരമായ മറ്റൊരു വേദഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായം. അതിൽ ഒരു പിതാവിനോട് മകൻ ചോദിക്കുകയാണ്, മാസ്റ്റർ, ഫാദർ, ഗീവ് മീ മൈ ഷെയർ. എൻ്റെ ഷെയർ ഇഞ്ഞതാ, ഞാൻ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ. നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ എന്താണ് നമുക്ക് കുഴപ്പം? ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടെന്നും ഇളയ മകനാണ് ചോദിച്ചതെന്ന് നമുക്കറിയാം. അവൻ ചോദിക്കുകയാണ്, എൻ്റെ അവകാശം എനിക്ക് തിരിച്ചു തരണം, ഞാൻ പോയി സുഖമായി ജീവിക്കട്ടെ. അവൻ ചിന്തിച്ചു, ഇക്കരെ കാണുന്ന പച്ചയേക്കാൾ നല്ലതാണ് അക്കരെ പച്ച. അവൻ അവിടെ പോയപ്പോൾ മനസ്സിലായി, ഇതിലും ഭേദം എൻ്റെ പിതാവിൻ്റെ ഭവനമായിരുന്നു. അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ വേദോത്സവായനയുണ്ട്, അവിടെ പരിശുദ്ധിയുണ്ട്. അവസാനം അവൻ തിരിച്ചു വരികയാണ്. ഒരു കംബാക്ക് ഉണ്ടാവുകയാണ്, റിപ്പൻറ്റൻസ് ഉണ്ടാവുകയാണ്. അവൻ പറഞ്ഞു, പിതാവേ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു കൂലിക്കാരിൽ ഒരാളെ ഇപ്പോഴെങ്കിലും എന്നെ നീ കരുതണമേ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ പിതാവ് അവനെ കെട്ടിപ്പിടിച്ചു എന്ന് അവർ. പിതാവിന് 2 മക്കളോട് ഒരേ സ്നേഹമാണ്, വ്യത്യാസമില്ല. പലപ്പോഴും നമുക്ക് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മക്കൾക്കും എല്ലാ അപ്പനും അമ്മയും ഒരുപോലെയാണ്. എല്ലാ അപ്പനും അമ്മയ്ക്കും മക്കൾ ഒരുപോലെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയേക്കാൻ എന്നേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന മറ്റൊരു വേദഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് ഏശാവും തമ്മിലുള്ള റൈവൽറി നമുക്കറിയാം, സാഹോദര്യ റൈവൽറി. അവസാനം യാക്കോബ് വിചാരിച്ചു ഏശാവ് എന്നെ കൊന്നത് തന്നെ. എന്നാൽ ഏശാവ് കടന്നു വരുമ്പോൾ, സൈന്യമായിട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കാലിൽ മുത്തമിടുമ്പോൾ സകലെന്നും മറന്ന് തിരിച്ചവനെ ചുംബിക്കുന്ന ഏശാവിൻ്റെ മനോഹരമായ ചിത്രം. ഇതാണ് സഹോദര്യത്തിൻ്റെ ആഴം. ഇതുകൊണ്ടല്ലേ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കൂടിയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ സൗന്ദര്യമാണ്? വിവാഹം കഴിച്ചിട്ട് ആദ്യത്തെ ഒരാഴ്ച ഭവനത്തിൽ ഭാര്യ ഒരുപാട് സംസാരിക്കും, അടുത്ത 1 മാസം ഭർത്താവ് സംസാരിക്കും. അവസാനം ഈ 2 പേരുടെയും കൂടെ സംസാരം മടുത്ത് നാട്ടുകാർ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കരുത്. മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. പഴയകാലത്ത് നിങ്ങൾക്കറിയാം, എന്തെല്ലാം സഹിച്ചാലും വീട്ടിൽ തന്നെ മകൾക്ക് ഇരിക്കാനേ നിർവാഹമുള്ളൂ. ഇന്നങ്ങനെയല്ല. സീരിയലിൻ്റെ അതിപ്രസരം കൊണ്ടോ മറ്റെന്ത് പ്രശ്നം കൊണ്ടോ എന്നറിയത്തില്ല, ഒരു ചെറിയ പ്രശ്നം വന്നാൽ ഉടനെ അമ്മ പറയും, മോളെ നീഞ്ഞ് പോര്, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എത്ര ആളെ നോക്കും? അതൊരു പ്രശ്നമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിഷമം കണ്ടെത്തുകയാണ്. സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിലും ഓക്കെ, എന്നാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഊതിപ്പെരിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ വലുതായി നമ്മൾ ചിന്തിക്കുവാൻ തയ്യാറാകണം. പ്രശ്നം ചെറുതാകണം. നമുക്കൊരു പേപ്പറിൽ ചെറിയ വട്ടം വരയ്ക്കാം, ഒരു ബോർഡിൽ വലിയ വട്ടം വരയ്ക്കാം. നമ്മൾ പലപ്പോഴും ചെറിയ വട്ടത്തിൽ കിടക്കും. കിടക്കുന്ന തവളയുടെ അവസ്ഥ എന്താണ്? അത് ചിന്തിക്കുന്നത് ഇതാണ് ലോകം. പലപ്പോഴും നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ലോകം, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്ന ചിന്ത മാറുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഈ സ്ഥാനത്ത് കടന്നു വരും. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. നമ്മുടെ ദേവാലയത്തെങ്കിലും ചിലർ പറയാറുണ്ട്, എന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് കൊണ്ടുപോകാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയല്ല. ഞാനെങ്കിലും മറ്റൊരാൾ ഇവിടെ വന്നാൽ ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം ആരിൽ കൂടിയെങ്കിലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.
ഇവിടെ ഇതാ ഹിസ്കിയ രാജാവിനോട് യെശയ്യാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിനക്കായി ദൈവം യുദ്ധം ചെയ്യുന്നു. രാജകുമാരുടെ 19-ാം അധ്യായം 37-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിസ്രൗക്കനന്റെ ക്ഷേത്രത്തിൽ വെച്ച് അശൂർ രാജാവ് ദയനീയമായി കൊല്ലപ്പെടുന്നു സ്വന്തം മക്കളുടെ കയ്യാൽ. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പദ്ധതി. ഇതാണ് ദൈവത്തിൻ്റെ ബലത്തിൻ്റെ കാണാപ്പുറങ്ങൾ. നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവം നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ ആർക്കാണ് നമ്മെ വെല്ലുവിളിക്കുവാൻ കഴിയുന്നത്? നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഈ ആഴ്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് പുനരുദ്ധാനം കഴിഞ്ഞിട്ടുള്ള ആഴ്ച. ഈ ആഴ്ചയിൽ കാണുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാനും പത്രോസും കൂടി ഓടുന്ന മനോഹരമായ വേദഭാഗം. മുൻപേ ഓടി കടന്നു വന്നത്, കബറിങ്ങിൽ വന്നത് യോഹന്നാനാണെങ്കിലും യോഹന്നാൻ പത്രോസിന് വേണ്ടി വഴിമാറിക്കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ആധ്യാത്മികത. ഇതൊരു പുതിയ സാധ്യതയാണ്, ഒരു പുതിയ മാനങ്ങളാണ്, പുതിയ വഴിത്താരകളാണ്. മുതിർന്നവർക്ക് വേണ്ടി, സീനിയേഴ്സിന് വേണ്ടി വഴിമാറിക്കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകുമോ? ആദ്യം കബറിലേക്ക് കയറുന്നത് പത്രോസാണ്. അവിടെ ചില സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പത്രോസ് നൽകുകയാണ്. അവിടെ എന്തൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. ചില വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ പറയും, അവരെന്തൊക്കെയുടെ മറന്നു വെച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്താ മറന്നു വെച്ചിട്ട് പോയെ? സ്നേഹങ്ങൾ മറന്നു വെച്ചിട്ട് പോയി. പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, ഭവനത്തിലേക്ക് നമ്മുടെ ആൻറ്റിയോ അങ്കിളോ വന്നാൽ 2 ദിവസം കഴിഞ്ഞാലും വിടാൻ മനസ്സില്ല. ഇന്ന് അങ്ങനെയല്ല. വന്ന ഉടനെ നമ്മൾ പറയും, ഒരു അത്യാവശ്യമുണ്ട്, ഇല്ലെങ്കിൽ വണ്ടി ഇപ്പോഴുണ്ട്, ഇപ്പം പോയില്ലെങ്കിൽ രാത്രിയാവും. പെട്ടെന്ന് അവരെ പറഞ്ഞു വിടാൻ നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തിൻ്റെ ദർശനങ്ങൾ മാറിപ്പോയി. നസ്രയത്തിലെ ഭവനത്തെക്കുറിച്ചൊരു ചൊല്ലുണ്ട്. അത് സ്നേഹം തണുത്തു പോകാത്ത വീടാണ്, തിരുക്കുടുംബം. ലോകം അവരെ വിളിച്ചു, നസ്രയത്തെ ഫാമിലിയെ വിളിച്ചു. ഇതാണ് ദിസ് ഈസ് എ ഹോളി ഫാമിലി. ഇവരാണ് പരിശുദ്ധ കുടുംബം. കാരണം വേദനയുടെ നടുവിൽ, വിഷമങ്ങളുടെ നടുവിൽ ആരെയും അറിയിക്കുവാതെ സഹനങ്ങൾ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തയ്യാറായ ഒരു കുടുംബമാണ് അവർ. അതിൻ്റെ ഫലമാണ് ലോകം അവരെ ഇന്ന് ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, 3-ാം ഭാഗം അവസാനിക്കുകയാണ്. 3-ാമതായി കാണുകയാണ് ദൈവിക ബലത്തിൻ്റെ കാണാപ്പുറങ്ങൾ നാം തിരിച്ചറിയുവാൻ കഴിയണം. ഇവിടെ 3 കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടു. ഞാൻ ഇന്ന് വായിച്ച വേദഭാഗം രാജകുമാരന്റെ 2-ാം പുസ്തകം 18-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. അശൂർ രാജാവ് ചോദിക്കുകയാണ്, നിന്റെ ആലോചന എവിടെ? നിന്റെ ബലം എവിടെ? നിന്റെ ആശ്രയം എവിടെ? 3 കാര്യങ്ങളിൽ നമ്മൾ ഈ ഉച്ച സമയത്ത് ചിന്തിച്ചു. 1, തടസ്സങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയണം. വി നീഡ് ദ റെസിസ്റ്റൻസ്. 2-ാമതായിട്ട് നമ്മൾ കണ്ടു, നമ്മുടെ ആശ്രയത്തിൻ്റെ തായ്വേരുകൾ നമ്മൾ കണ്ടെത്തണം. ഇൻ സെർച്ച് ദ റൂട്ട്സ് ഓഫ് റിലയൻസ്. 3-ാമതായി യെശയ്യാ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്, ദിസ് ഇസ് എ ടൈം ഫോർ റിവ്യൂ. നിന്റെ ദൈവിക ബലത്തിൻ്റെ കാണാപ്പുറങ്ങൾ നീ തിരിച്ചറിയണം. ഈ 3 കാര്യങ്ങളും നിനക്ക് കടന്നു വന്നാൽ മാത്രമേ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നിനക്ക് നടന്നെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് സ്വർഗത്തിലേക്ക് ഒരു കോവേണി കാണുന്നുണ്ട്. അതിൽ കൂടി ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ കോവേണി നമുക്ക് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നാം തിരിച്ചറിയണം, ഈ കോവേണി കിട്ടണമെങ്കിലും കാണണമെങ്കിലും ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. ഏലിയാവിനെ പോലെ, മോശയെ പോലെ ദൈവത്തെ ഒന്ന് കണ്ടുകൊണ്ട് മുഖാമുഖം സംസാരിക്കുമ്പോഴാണ് ദൈവിക ശോഭയുള്ളവരായി നാം തീരുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം നമ്മുടെ ജീവിതങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയാതെ ഹൃദയങ്ങളിലേക്ക് സംശീകരിക്കപ്പെടുവാൻ, ആഴങ്ങളിൽ വേരൂന്നുവാൻ, ജീവിതത്തെ പിടിച്ചു കുലുക്കുവാൻ കഴിയുമ്പോൾ നമ്മുടെ ദൈവിക ബോധ്യങ്ങൾ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. ശ്രീബുദ്ധനെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം മുമ്പ് സിദ്ധാർത്ഥനായിരുന്നു. അദ്ദേഹം ബോധ്യങ്ങൾ കൂടി നടന്നെടുത്ത് അവസാനം ശ്രീബുദ്ധനായി തീരുകയാണ്. നമുക്കും നമ്മൾ ആരാണെന്നുള്ള ബോധ്യമുണ്ടാകണം, നമ്മൾ എവിടെയാണെന്നുള്ള ബോധ്യമുണ്ടാകണം, നമ്മുടെ ദർശനങ്ങൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമുണ്ടാകണം. അപ്രകാരം ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യാം. വെല്ലുവിളികളെ ദൈവം നമുക്ക് മാറ്റിത്തരട്ടെ. കാലത്തിലെ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാം. ദൈവബന്ധത്തിൽ നമുക്കായിരിക്കാം. ഇവിടെ ഈ അവസരം ലഭിച്ചുള്ള സന്തോഷം അറിയിക്കുന്നു. അതിനായ കെ.വി. പോൾ റംബാസിനോടും അസിസ്റ്റന്റ് മാനേജർമാരായ മാത്തുക്കുട്ടി അച്ഛനോടും എൽദോസ് അച്ഛനോടും ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ എല്ലാവരെയും ശക്തീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.